വെറുതെ ഇരുന്ന് ഫോണിലും തോണ്ടി കളിച്ചുകൊണ്ടിരുന്ന എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് ന്യൂസിട്ടിന് പായസം ഉണ്ടാക്കാനായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് നേരവും കാലമൊന്നുമില്ല, ഓന് കരുതി അപ്പം കിട്ടണം പായസം. ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് സാബൂനരിയും കുറച്ച് സേമിയയും കൂടെ അവിടെ ഉണ്ടായിരുന്നു. സേമിയ റോസ്റ്റഡ് ആയതുകൊണ്ട് ഞാൻ വീണ്ടും വറുത്തെടുത്തിട്ടൊന്നുമില്ല. കുറച്ച് സാബൂനരി എടുത്തിട്ട് എന്നൊക്കെ പറയാം കേട്ടോ. സാബൂനരി എന്നാണ് മലപ്പുറത്തൊക്കെ പറയുക, ചവ്വരി എന്നും പറയാം കേട്ടോ. അതെടുത്ത് കുക്കറിലിട്ടിട്ടുണ്ട്. കുറച്ച് സെമി എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വെന്ത് വന്നിട്ടുള്ള സാബൂനരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പാൽപ്പൊടിയും കൂടെ കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കുറച്ച് ചൂടുവെള്ളത്തിൽ. പായസത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനമൊന്നുമില്ല, പക്ഷേ ഉള്ളത് വെച്ചിട്ടൊരു തട്ടിക്കൂട്ടാണ്. അപ്പോൾ ഇതൊന്ന് ക്യാരമലൈസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്താലോന്ന് വിചാരിച്ചു. ക്യാരമലൈസ് ചെയ്യാൻ പണ്ട് കേക്ക് ഫ്ലോപ്പായപ്പോൾ നിർത്തിയതാണ്. ഒന്നാണ് വീണ്ടും ഒന്ന് ശ്രമിക്കണം ക്യാരമലൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പഞ്ചസാര എടുത്തിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നും ചൂടാക്കിയെടുത്ത് കളറൊന്ന് മാറിയിട്ട് ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ജലദോഷം പിടിച്ചുകൊണ്ട് എനിക്ക് സൗണ്ടിന് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ അതാ ഏകദേശമൊക്കെ പഞ്ചസാര ഉരുക്കി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുകയാണ്. ഇതിന് മുമ്പ് ഇങ്ങനെ ക്യാരമലൈസ് ചെയ്തതൊരു കേക്കിനായിരുന്നു കേട്ടോ. അത് പക്ക ഫ്ലോപ്പായിരുന്നു. അതോടുകൂടി ഞാൻ ഈ പരിപാടി നിർത്തിയതായിരുന്നു. പിന്നെ ഇന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചെറിയൊരു ശ്രമം നടത്തിയതാണ്. ഇപ്രാവശ്യം എന്തായാലും ക്യാരമലൈസ് ചെയ്യൽ സക്സസ് ആയിട്ടുണ്ട്. പക്ഷേ പായസം എനിക്ക് ഒന്നുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നുന്നത് ക്യാരമലൈസ് ചെയ്യാതെ സാധാരണ പോലെ നമ്മൾ നോർമലായിട്ട് പഞ്ചസാര ചേർക്കില്ല, അതുപോലെ ചേർക്കുന്നതാണ്. എനിക്കങ്ങനെയാണ് തോന്നിയത്. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടമാണല്ലോ. നമ്മൾ ക്യാരമലൈസ് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ പരിപാടിക്കൊന്നും നിന്നിട്ടില്ല. അപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.